ഞാനിപ്പോ വരാം. ഇത് നാടല്ല, കാടാണ്. രണ്ടുപേരും എന്നിങ്ങനെ കുഴഞ്ഞാടി നടന്നാലേ ആരെങ്കിലും തല്ലിക്കൊന്ന് കൊക്കയിലെറി പറഞ്ഞേക്കാം. ആ പാവത്തിനെ അവൾ നശിപ്പിക്കുന്ന തോന്നണേ. എനിക്ക് ലിസിയോട് ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് തന്റെ ഒരു കാര്യവും കേൾക്കണ്ട. ടോമി വാ, അവൾ അങ്ങനെയൊക്കെ പറയും. റാണി പോയിക്കും, ഞാൻ തനിയെ വന്നോളാം. എന്നാ ഞാനും പോകുന്നില്ല. വരൂ, പോലീസായിരിക്കും. ആ മൊട്ടയില്ലേ നിന്നെ കയറി പിടിച്ചത്? മറ്റയാളാണ് സദാനന്ദ മുതലാളി കൊന്നത്. മാത്യു സർ, പണം ഇനിയും എത്ര വേണമെങ്കിലും തരാം, പക്ഷേ എല്ലാം വളരെ രഹസ്യമായിരിക്കണം. ശരി സർ, എന്ത് വിവരം ഉണ്ടെങ്കിലും പഴയ താവളത്തിൽ അറിയിച്ചാൽ മതി. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വരണ്ടല്ലോ? വേണ്ട, നിങ്ങൾ കൂടെ കൂടെ ഇവിടെ വന്നാൽ ആളുകൾ സംശയിക്കും. പിന്നൊരു കാര്യം, ഞങ്ങൾ ഏൽപ്പിക്കുന്ന ജോലികൾ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്താൽ മതി, കൂട്ടിനാരെയും ചേർക്കരുത്. എന്റെ കൂട്ടുകാരൊക്കെ നിങ്ങളെപ്പോലുള്ളവരാ, കൊന്നാൽ പോലും രഹസ്യം പുറത്തുവിടില്ല. എന്നാൽ ഇനി മാറ്റി വയ്ക്കൂ. ഇനിയിപ്പോ എന്ത് ചെയ്യേണ്ടത്? കാട്ടിലും നാട്ടിലും നിൽക്കാൻ നിവൃത്തിയില്ലാതായല്ലോ. നമുക്ക് പോലീസിനെ വിവരം അറിയിച്ചാലോ? അച്ഛന്റെ കാര്യം ഓർത്തിട്ടാണ് എനിക്ക് പേടി. അച്ഛൻ കുറ്റം ചെയ്തിട്ടല്ലേ, ശിക്ഷ അനുഭവിക്കട്ടെ. ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ആത്മഹത്യ ചെയ്യാണ്. അതിന് നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതിനു മുമ്പ് ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചാലോ? രാജിന്റെ മനസ്സ് പോലെയല്ല എന്റെ മനസ്സ്. ഇന്നു മുതൽ നമ്മൾ ഒരേ മനസ്സും ഒരേ ശരീരവുമായിട്ട് ജീവിക്കണം. അതിനിത് വീടാണോ? മിണ്ടല്ലേ, വല്ല മൃഗങ്ങളും കേൾക്കും. എന്താ സുധീര്? ഞാൻ ലതിയെ സഹായിക്കാൻ വേണ്ടി വന്നതല്ലേ. അമ്മ കണ്ട എന്ത് വിചാരിക്കും? അമ്മാവനും അമ്മായിയും അമ്പലത്തിലേക്ക് പോകുന്ന കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറിയത്. മറ്റാരെങ്കിലും ഇങ്ങോട്ട് വന്നാലോ? എന്നാ വാതിലടച്ചേക്കാം. ഈ സുധിയെ കൊണ്ട് ഞാൻ തോറ്റു. എന്താ ഇത്?
അയ്യോ ഹേടാ വാസു ഓടി വാടാ എന്റെ കാല് എന്താ എന്താ കരയുന്നേ? മോളെ എന്റെ കാല് ഈ കല്ലിനിടെ കുടുങ്ങിപ്പോയി മോളെ. കാല് വലിക്കല്ലേ, ഞാൻ ഈ കല്ലിളക്കി മാറ്റാൻ പറ്റുമോ? മോള് ഈ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഞാനിവിടെ കിടന്ന് ചത്തുപോയേനെ. നിങ്ങൾ ഒറ്റയ്ക്ക് കാട്ടിലിറങ്ങി നടക്കുന്ന എന്തിനാ? എന്റെ മോനെ അന്വേഷിച്ചിറങ്ങിയതാ. അവനെ ഒരു രാക്ഷസി കൈവിഷം കൊടുത്ത് വിളിച്ചോണ്ട് പോയി. അതെന്തിനാ? അവര് തമ്മിൽ സ്നേഹമായിരുന്നത്ര. അവളെ എന്നെങ്കിലും എന്റെ കൈ കിട്ടിയ അന്ന് ഞാൻ വെടിവെച്ചു കൊല്ലും. ഞാൻ പോട്ടെ. മോള് സിനിമാക്കാരിയാണോ? അതെ. മോളെ എന്നെ ഒന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കാമോ? വരൂ. പതുക്കെ. മോളെ എന്റെ കാറിനടുത്ത് വരെ എത്തിക്കാമോ മോളെ? നിങ്ങളുടെ ഡ്രൈവർ എന്തേ? അവൻ പെട്രോൾ വാങ്ങിക്കാൻ പോയിരിക്കുക. എന്റെ തോളത്തെ പിടിച്ച് നടന്നോളൂ. പതുക്കെ. ആരാ? രാജന്റെ അച്ഛൻ. എവിടെ? ദാ അവിടെ പാറയുടെ ഇടയില് കാല് ഉരുങ്ങി കിടന്ന് കരയായിരുന്നു. രാജാണെന്ന് കരുതിയാ ഞാൻ ഓടിപ്പോയത്. കാലൊടിഞ്ഞിട്ടുണ്ടോ? ഇല്ല, പതുക്കെ പതുക്കെ നടന്നു പോകുന്നുണ്ട്. നമ്മളെ തിരക്കി അടക്കുക. എന്നെ കൈ കിട്ടിയ വെടിവെച്ചു കൊല്ലുമെന്നാ പറഞ്ഞിരിക്കുന്നെ. അപ്പൊ രവി ആരാണെന്ന് ചോദിച്ചില്ലേ?
ഞാൻ സിനിമാക്കാരിയാണെന്ന് വിചാരിച്ചിരിക്കുക. ഓ, രക്ഷപ്പെട്ടു. ഇരിക്ക്. എങ്ങനെ രക്ഷപ്പെടാനാ? ഇപ്പൊ ചെലുത്താനിയും കടലിനെ നടുക്കായി. ഒരു വശത്ത് അച്ഛൻ, മറുവശത്ത് ആ കൊലയാളികൾ. ഇവരിൽ ഇപ്പൊ ആരാ ഭേദം? എനിക്ക് രണ്ടും ഒന്ന് തന്നെ. എല്ലാവർക്കും ആവശ്യം ഇപ്പൊ എന്നെയാണല്ലോ. ഞാനിവിടെ അടുത്തുള്ളപ്പോ നീ എന്തിനാ പേടിക്കുന്നത്? ഓ ഹായ്, ഇതെവിടുന്നാ? ഈ കാട്ടിലൂടെ ഒക്കെ ചുറ്റി നടന്നിട്ട് തിന്നാൻ കൊള്ളാവുന്നതായിട്ട് കിട്ടിയത് ഈ പേരയ്ക്കും മാങ്ങ. എനിക്കിപ്പോ മാങ്ങയൊന്നും വേണ്ട. അതിപ്പോ ആവശ്യമില്ലെന്ന് എനിക്കറിയാം. ഛി. ആ സോറി, കഴിക്കും. എന്താ ഇവിടെ? വെറുതെ കാട് കാണാൻ ഇറങ്ങിയതാ. കയ്യിൽ എത്ര രൂപയുണ്ട്? അയ്യോ, ഒന്നുമില്ല. ഉണ്ടായിരുന്ന മുഴുവൻ പെട്രോൾ വാങ്ങിക്കാൻ കൊടുത്ത് വിട്ടിരിക്കുക. നുണ പറയരുത്. സത്യമായിട്ടും ഒരു സാധനം ഞാൻ കൂടുതൽ കൊണ്ടു നടക്കാറില്ല. ആ വാച്ചിങ് കഴിക്ക. വേണോ? അഴിക്കടാ. തന്നേക്ക. അത് ഊരടാ. മാലയില്ലേ? ഉണ്ട്. ഊരടാ. ഇനി എന്റെ ഈ കണ്ണട മാത്രമേ ഉള്ളൂ കയ്യില്. പവർ ഗ്ലാസ് ആണോ? അതെ. ആ, അതാനെടുത്തോ. പിന്നെ ഒരു കാര്യം, നമ്മൾ തമ്മിൽ നടന്ന ഈ ഇടപാട് പുറത്താരും അറിയരുത്. ഇതെന്തൊരിടപാട്? പിടിച്ചുപറിക്കാരനാണെങ്കിലും അവന്റെ ഒരു അന്തസ്സും അധികാരവും കണ്ടില്ലേ?